പണ്ട് പണ്ട് നമ്മുടെ കേരളത്തിൽ മഹാബലി എന്നൊരു രാജാവുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും മഹാനായ ഒരു ചക്രവർത്തി. പ്രജകൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ നൽകി നന്മയും നീതിയും പരിപാലിച്ച് അദ്ദേഹം നാട് ഭരിച്ചു. നാട്ടിലെ ജനങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. മഹാബലിയുടെ കേരളത്തിൽ യാതൊരു കള്ളത്തരവും ഇല്ലായിരുന്നു. മഹാബലി വലിയ ദാനശീലനാണെന്ന് അറിയാവുന്ന മഹാവിഷ്ണു ഒരു ദരിദ്ര വാമനന്റെ വേഷമിട്ട് ഭൂമിയിലെത്തി. പൂജയിൽ മുഴുകിയിരിക്കുന്ന അശ്വമേധയാഗം. മഹാബലിയോട് 3 അടി മണ്ണ് ദാനമായി ആവശ്യപ്പെട്ടു. വാമനൻ മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയ മുനിവരെയും തടസ്സപ്പെടുത്തിയെങ്കിലും ദാനശീലനായ മഹാബലി ആവശ്യമുള്ള മണ്ണ് അളന്നെടുക്കാൻ പറഞ്ഞു. മഹാബലിയുടെ വാക്കുകേട്ട ഉടനെ വാമനൻ വളർന്ന് ആകാശം വരെ എത്തി. ആദ്യത്തെ കാലടി കൊണ്ട് ഭൂലോകവും, രണ്ടാമത്തെ കാലടി കൊണ്ട് സ്വർഗരാജ്യവും, 3-ാമത്തെ അടി എവിടെ വെക്കുമെന്ന് ചോദിച്ചു. ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് എന്റെ ശിരസിൽ തന്നെ കാൽപാദം വെച്ചോളൂ എന്ന് മഹാബലി പറഞ്ഞു. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നതിന് മുൻപായി മഹാബലിക്ക് എല്ലാ വർഷവും തന്റെ ദേശവും പ്രജകളെയും സന്ദർശിക്കുവാനുള്ള വരം വാമനനായി വന്ന വിഷ്ണു ഭഗവാൻ നൽകി. അന്നു മുതൽ എല്ലാ വർഷവും തിരുവോണ നാളിൽ മഹാബലി ഭൂമിയിലേക്ക് വന്നു തുടങ്ങി. നമ്മുടെ മഹാരാജാവായിരുന്ന മഹാബലി തമ്പുരാനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്.
ചിറകാട്ടിക്കൊണ്ടേ നീ വായു, എങ്ങും കുടമാറ്റം കണ്ടേ നീ വായു.